കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ RSS സഹകരിക്കാത്തത് കൊണ്ടാണ് എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ബിജെപിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ RSS വർക്ക് ചെയ്തു. അതിന്റെ റിസൾട്ട് ഉണ്ടായി. മഹാരാഷ്ട്രയിലും അതിന് സമാനമായ വർക്ക് നടന്നു. അതുപോലെ തന്നെ ഡൽഹിയിലും നടന്നു. ബിജെപി 41 29 40 30 മാറി 41 ബിജെപി, ആം ആദ്മി പാർട്ടി 21. അപ്പോ ഡൽഹിയിലും അതേ വർക്കാണ് നടന്നത്. ഗ്രൗണ്ടിൽ വീടുകളിൽ നടക്കുക, മറ്റേ കുടുംബയോഗങ്ങൾ വിളിക്കുക, നേതാക്കന്മാർ പങ്കെടുക്കുക. ആ മട്ടിൽ RSS ആസൂത്രണം ചെയ്തിരുന്നു കാര്യമായിട്ട്. അതിനിടയിൽ മഹാരാഷ്ട്രയിൽ ഇന്നലെയൊക്കെ രാഹുൽ ഗാന്ധി അതിഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട്. അവിടുത്തെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ അവിടെ മഹാരാഷ്ട്രയിലുള്ള ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ കണക്കുകൾ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ വോട്ട് രേഖകൾ തരണമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി. അതിനൊരു സൈഡിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഫാസിൽ പറയുന്നു കമന്റ് ബോക്സിലെ എക്സ്ട്രാ സാലറി കൊടുക്കണം. ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് എന്റെ പൊന്നെ. അലി അക്ബർ പറയുന്നു നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ പറയുന്നത് 100% ശരിയാണ്. അലി അക്ബർ പറയുന്നു RSS ഓപ്പറേഷൻ അതിഭയങ്കരമാണ്. അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആം ആദ്മി പാർട്ടി 29, ബിജെപി 41. അതായത് വോട്ടെണ്ണൽ തുടങ്ങി ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 16 സെക്കൻഡ് കൂടി ആകുമ്പോൾ ബിജെപി കേവല ഭൂരിപക്ഷം മറികടന്ന് ഒരു സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന നിലയിൽ നിൽക്കുക. വിജയകുമാർ ന്യൂഡൽഹിയിലും അതുപോലെ തന്നെ കൽക്കാജിയിൽ ആരാ? അപ്പൊ ന്യൂഡൽഹിയില് മുന്നിലാണ്. ചെറിയ ഇതില് മനീഷ് സിസോദിയ പിന്നിലാണോ? അല്ല, പിന്നിലല്ലേ? പിന്നിൽ പോയി. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഇടി എങ്ങനെയായിരിക്കും. യഥാർത്ഥത്തില് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ഈ ഹൃദയം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് വേണം. അവർക്ക് മനസ്സിലാവില്ല. ഇത് കണ്ടുപിടിയുള്ള പ്രേക്ഷകർക്ക് അവർക്ക് ഹൃദയം ഉണ്ടോ എന്ന് ചോദിച്ചു. അവര് ഹൃദയാലുക്കളാട്ടോ. കാരണം മെനഞ്ഞാന്ന് തന്നെ ഈ ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ പിറ്റേന്ന് പ്രമുഖനായ ഒരു നേതാവ് അതിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവർക്കൊന്നും സഹിക്കുന്നില്ല. ഒരു വേവലാതി. എനിക്കതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് പ്രതികരിക്കേണ്ട വിഷയമായിരുന്നു പറഞ്ഞു. വ്യത്യസ്തം എന്ന് പറഞ്ഞു അത് VD സതീശൻ രമേശ് ചെന്നിത്തല തർക്കത്തെ പറ്റിയല്ലേ ആ വേദിയിൽ യഥാർത്ഥത്തിൽ സ്വാഗത പ്രാസംഗ്യൻ കോൺഗ്രസിന്റെ ഭാവി മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരും എന്നാണ്. അപ്പൊ അതിനെ പിണറായി വിജയൻ പരിഹസിച്ചു. ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ അതിനെപ്പറ്റി പിറ്റേന്ന് VD സതീശൻ രമേശ് ചെന്നിത്തലയും പ്രതികരിക്കണമല്ലോ. രാജ്മോഹൻ സാറ് ഒന്ന് സന്തോഷിപ്പിച്ചതാ. അതായത് ചെന്നിത്തല ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നല്ലോ, മുഖ്യമന്ത്രിയെ വാഴട്ടെ എന്ന് ആശംസിച്ച് വിട്ടതാ. യഥാർത്ഥത്തിൽ VDയുടെ സ്നേഹമൊക്കെ തന്നെയാ എന്നാലും ആശംസിച്ച് വിട്ടോ. പക്ഷെ പിറ്റേന്ന് അതായത് VD പറഞ്ഞപ്പോ ഒരു ഡയലോഗ് ഇത്തിരി ഷാർപ്പായിട്ട് അടിച്ചു. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽ VS നിങ്ങൾ ഉള്ളതുപോലുള്ള പ്രശ്നങ്ങൾ, അതായത് VS പിണറായി വിജയൻ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല എന്ന് തിരിച്ചടിച്ചു. 2006 എന്നെ ഓർമ്മിപ്പിക്കരുതെന്നും കൂടി എന്നും പറഞ്ഞു. അത് ഒരുപാട് തമാശ പറയണ്ടെന്ന് പറഞ്ഞു. തമാശകൾ ഒരുപാട് മുഖ്യമന്ത്രി പറയണ്ട. രാജ്മോഹൻ സാർ തുടങ്ങി വെച്ചതാണ്, അത് കത്തി കയറി കുറച്ചുകൂടി. രാജ്മോഹൻ സാർ പിന്നെ വേണ്ടിയിട്ടില്ല. അയ്യോ, ആം ആദ്മി പാർട്ടി 27ലേക്ക് എത്താണ്. നേരത്തെ ഉള്ളതാണ്. അല്ലല്ല, ഇപ്പൊ BJP 43. യഥാർത്ഥത്തിൽ BJP അധികാരത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അധികാരത്തിന്റെ മന്ദമാരുതൻ ഡൽഹിയിൽ വീശുന്നു. ഉറപ്പായും ഒരു കൊടുങ്കാറ്റ്, ഏതെങ്കിലും ഒരു ചുഴിയിൽ നിന്ന് ഒരു മലരയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് തിരിച്ചടിക്കുന്നില്ലെങ്കിൽ BJP ഡൽഹി ഭരിക്കാൻ പോകുന്നു. ഏതെങ്കിലും വലിയ മാറിമറിയലുകൾക്ക് ഇനി ഇടയില്ല. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഹരിയാന ഇലക്ഷന്റെ ഒരു ഓർമ്മയിലാണ് അങ്ങനെ പിന്നെയും നമ്മളൊരു എന്താണ് ജാമ്യം എടുത്ത് പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ചുഴിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വീണ്ടും വീശു പൊങ്ങി ആപ്പിന് അനുകൂലമായി ആഞ്ഞടിക്കുന്നില്ലെങ്കിൽ BJP ഡൽഹി ഭരിക്കാൻ പോകുന്നു. 27 വർഷത്തെ അധികാര വരൾച്ചക്കൊടുവിൽ ഡൽഹിയിൽ അവർ BJP സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്ന ചർച്ചകളൊക്കെ തുടങ്ങിയതാണ്. അല്പസമയം മുൻപ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് വലിയ സന്തോഷങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ 27ലേക്ക് താഴുമ്പോൾ ആ സന്തോഷത്തിന്റെ നിറം കുറച്ച് കെടുന്നുണ്ട്. അവരാരും ഇപ്പോൾ കയ്യിലുള്ള ഡ്രം കൊട്ടാൻ മറന്നു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. അവിടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് BJP ആസ്ഥാനത്തിന് മുന്നിൽ വലിയ സന്തോഷം. 27 വർഷം, 4 നൂറ്റാണ്ട് ചെറിയ കാര്യമല്ല, 4 നൂറ്റാണ്ടിന് അധികം
27 വർഷമായി BJP അധികാരത്തിൽ അകറ്റി നിർത്തി ഡൽഹി വീണ്ടും BJP സ്വീകരിക്കുന്നു. അതിന് കാരണം ആം ആദ്മി പാർട്ടി കേന്ദ്ര സർക്കാർ നേർക്കുന്ന ഏറ്റുമുട്ടലിൽ ഡൽഹിക്കാർ ഫെഡപ്പായി. അതുകൊണ്ട് കേന്ദ്രമായി ഏറ്റുമുട്ടാത്തൊരു സർക്കാരിനെ അവർ ആഗ്രഹിക്കുന്നെന്ന് ചില BJPക്കാർ പറയുന്നുണ്ട്. കാരണം ഒന്നുകിൽ അതാവാം, അതല്ലെന്നുണ്ടെങ്കിൽ BJP വോട്ട് കാര്യമായി തന്നെ പിടിച്ച് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പിടിച്ച് അത് അതുവഴി BJP ഗുണകരമാവുന്ന സാഹചര്യം ഉണ്ടാകാം. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീ വോട്ടുകളടക്കം, സ്ത്രീ വോട്ടുകളിൽ, പുരുഷ വോട്ടുകളിൽ, ദളിത് വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ പോലും BJP സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയാം. ശിവം സദാശിവം നായർ പറയുന്നു, അവരുടെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ആവേശം പകരൂ. കക്ഷി രാഷ്ട്രീയത്തിന്റെ കുപ്പായം ഊരിക്കളഞ്ഞു. എപ്പോഴേ കളഞ്ഞല്ലോ. ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ഫീല് വരുന്നു. ഇങ്ങനെയാണ് 24 വേണ്ടാന്ന് വെക്കും. നമ്മുടെ ശിവൻ സദാശിവൻ നായർ. അതോടെ 28-42 ആം ആദ്മി പാർട്ടി 28, BJP 42. മറ്റുള്ളവർക്ക് അവിടെ ലീഡില്ല. 70-70ന്റെയും ഫലസൂചനകൾ വരുമ്പോൾ ആം ആദ്മി പാർട്ടി 28. ശിവനെ അറിയേണ്ട, സദാശിവൻ നായർക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളൂ. BJPക്ക് അനുകൂലമായി കാറ്റ് ഡൽഹി അടിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്നു? അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSSന്റെ വർക്കിനെ പറ്റി ഹരിയാനയിലും അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനത്തിലാണ് BJP RSSും. അതുകൊണ്ട് തന്നെ അവര് കൃത്യമായി കുടുംബ സദസ്സുകൾ കാണുന്നു, കുടുംബാംഗങ്ങളെ കാണുന്നു, കുടുംബയോഗമായി സംസാരിക്കുന്നു, കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായി വളരെ സിസ്റ്റമാറ്റിക് ഇലക്ഷൻ വർക്ക് അല്ലേ? അത് മാത്രമല്ല BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ ആവശ്യമായ പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്ട്രാറ്റജിയാണ്. അതിനോടൊപ്പം തന്നെ ആ സ്ട്രാറ്റജിക്ക് ഇപ്പം അവിടെ കോൺഗ്രസ് ഇക്കുറി വെറുതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇക്കുറി വെറുതെ മത്സരിച്ചതല്ല. കോൺഗ്രസ് ഇക്കുറി അവരുടെ സാന്നിധ്യം അറിയിക്കാൻ തന്നെ മത്സരിച്ചതാണ്. അതിനവർ നേർക്കുന്ന അറ്റാക്ക് ചെയ്ത് ആക്രമിച്ചത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. ഈ പറയുന്ന ശീഷ് മഹൽ ആരോപണമാണെങ്കിലും, ഈ പറയുന്ന യമുന ആരോപണമാണെങ്കിലും, ഈ പറയുന്ന ഡൽഹി ഇലക്ഷനിൽ BJP ആയുധമാക്കിയ സകല ആരോപണങ്ങളും ആയുധങ്ങളും ഒരുപക്ഷെ അത് കോൺഗ്രസ് കൂടി അത്രത്തോളം ഊർജ്ജത്തിൽ ആപ്പിനെതിരെ അടിക്കുന്നു. അത് BJPയുള്ള എന്തെങ്കിലും സ്നേഹം കൊണ്ടല്ല. ആപ്പാണ് അവരുടെ ശത്രുവും തിരിച്ചറിവിലാണ്. ആപ്പ് തകർന്നാൽ മാത്രമേ ഡൽഹിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് നിലനിൽപ്പുണ്ടാവൂ എന്ന തിരിച്ചറിവിൽ ആപ്പിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. സ്വാഭാവികമായും അവരുടെ പ്രചരണം അത്രത്തോളം അഗ്രസീവ് ആകുമ്പോൾ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യും. ഈ പറയുന്ന മുസ്ലിം മേഖലകളിൽ 8 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്ന അർത്ഥം അവിടെയൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസിലേക്ക് വോട്ട് പോയിട്ടുണ്ട് എന്നാലും ഉറപ്പാണ്. ഈ പറയുന്ന 12 സംവരണ മണ്ഡലങ്ങളിൽ 4 BJPക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി BJPക്ക് അനുകൂലമായി വോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന് കൂടിക്കിട്ടിയ വോട്ടിംഗ് ശതമാനം ആപ്പിന് കുറഞ്ഞ വോട്ടുകളാണ്. അപ്പോൾ അതുകൂടി ഈ പറയുന്ന BJPയുടെ വിജയത്തിലേക്ക് വഴിവെച്ചത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, നിങ്ങളോട് പറയട്ടെ, ഇപ്പോഴും വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നു ആപ്പ് വരും. അല്ല നമ്മൾ പറയുന്നത്, അതായത് ഈ പറയുന്ന ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു 10 മണ്ഡലങ്ങളിൽ എങ്കിലും ഉണ്ട് ഡൽഹിയിൽ. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങി ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വരുന്ന ചിത്രം അത് വലിയ തോതിൽ തെറ്റാറില്ല. കാരണം ഇവിടെ ഇപ്പോഴും 41 BJP കേവല ഭൂരിപക്ഷം കടന്ന് 5-6 സീറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരണമെങ്കിൽ ഒരു 6-7 സീറ്റ് കൂടുതൽ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഡൽഹിയിൽ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ സംസാരിക്കുന്ന ഈ പറയുന്ന 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ് വരുന്ന സമയത്ത് ചിത്രം BJPക്ക് അനുകൂലമാണ്. BJPക്ക് സർക്കാർ ഉണ്ടാക്കാം. ഏതാണ്ട് പകുതിയിലധികം വോട്ടെണ്ണി കഴിഞ്ഞു ഇപ്പോൾ.